Hello, good afternoon. Good afternoon. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചുങ്ക ജ്വല്ലറി ലേഡീസ് അവറിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഓരോരുത്തരും ആഭരണങ്ങൾ അണിയാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതെ, മലയാളിയുടെ ആഭരണ ഭ്രമം എന്ന് പറയുന്നത് വളരെ പേരുകേട്ടതാണ്. മലയാളിയുടെ ആഭരണ ഭ്രമം ശരിക്കും സ്വർണ്ണത്തിൽ ഒതുങ്ങി കൂടുന്നു പലപ്പോഴും. ജങ്ക് ജ്വല്ലറി എന്നുള്ളൊരു കാറ്റഗറിയോട് സാധാരണ മലയാളിക്ക് വലിയ ഒരു ഭ്രമമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു എന്താണ് ബാംഗ്ലൂരിൽ നിന്ന് മുകളിലേക്ക് പോയി നോക്കിയാൽ, കർണാടകത്തിൽ നിന്നും അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്നൊക്കെ പോയി നോക്കിയാൽ ഈ ഉരുളൻ കല്ലുകളും പല ഷേപ്പിലുള്ള കല്ലുകളും എല്ലാം ഷേപ്പ് ചെയ്തും പോളിഷ് ചെയ്തും എല്ലാം നമ്മുടെ തെരുവോരങ്ങളിൽ കാണാനുണ്ട്. ആഭരണങ്ങൾ എനിക്ക് തോന്നുന്നു കേരളീയർക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അതെ, ഇപ്പോൾ കേരളത്തിൽ ഒരു എന്താണ് നോർത്ത് ഇൻവേഷൻ ഒക്കെ വരുന്നത് കൊണ്ട് കുറെ അധികം മിക്സ്ഡ് കൾച്ചർ കേരളത്തിൽ ഉള്ളത് കൊണ്ട് നമ്മുടെ തെരുവോരങ്ങളിലും ഇപ്പോൾ കുറെ വലിയ ഉരുളൻ കല്ലുകൾ മാലയും അല്ലെങ്കിൽ നല്ല ചിപ്പിയുടെ കമ്മലുകളും എല്ലാം നമുക്കിപ്പോൾ നമ്മുടെ സാധാരണ തെരുവോരങ്ങളിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള നമ്മുടെ ആഭരണങ്ങളിൽ ഏറ്റവും നമുക്ക് സാധാരണ വളരെ ഈവൻ ഗോൾഡ് ലവേഴ്സിനാണെങ്കിലും കൺവെൻഷണൽ ആയിട്ടാണെങ്കിലും ട്രഡീഷണൽ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇച്ചിരി മോഡേൺ ആയിട്ടുള്ള ആൾക്കാർക്കും എല്ലാം കോമൺ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറി ഓഫ് ആഭരണങ്ങളുണ്ട്, ജ്വല്ലറി ഉണ്ട്. അത് പേളാണ്. അതെ, പേൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് ഒരു എലീറ്റ് ക്ലാസിന്റെ ആഭരണമായിരുന്നു പേൾ എന്ന് പറയുന്നത്. പിന്നീട് അത് സാധാരണക്കാർക്കും എല്ലാവർക്കും ലഭ്യമാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. കാരണം ഒരു കാലഘട്ടത്തിൽ പേള്, മുത്തുച്ചിപ്പി അല്ലെങ്കിൽ മുത്ത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വളരെ വില കൂടുതലായിരുന്നു. ഇപ്പൊ അത് ഒരു സാധാരണക്കാരനും കൂടെ താങ്ങാവുന്ന രീതിയിൽ അതിൽ കുറെ അധികം ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടായി. കാരണം പേൾ എന്ന് പറഞ്ഞാൽ ശരിക്കും സീബെഡിൽ നിന്നും ഓഷനിൽ നിന്നും എടുക്കുന്ന പേളിന് ഇപ്പോഴും അത്തരത്തിലുള്ള വിലയുണ്ട്. അതായത് ഒറിജിനൽ പേൾസ് തിരിച്ചറിയാനുള്ള മാർഗവുമുണ്ട്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഹൈദരാബാദി പേളുകൾ. അതെ, ശരിക്കും പറഞ്ഞാൽ പേളുകൾ എക്സ്ട്രാക്ട് ചെയ്ത് കൃത്യമായി അതിന്റെ ക്വാളിറ്റി അനുസരിച്ച് വിൽക്കുന്ന സ്ഥലങ്ങളിൽ അതിന്റെ മേന്മ ഒരു അല്പം കൂടുതൽ തന്നെയാണ്. അപ്പൊ ഏതായാലും ഇന്ന് പേളുകളെ കുറിച്ചും അല്ലെങ്കിൽ പവിഴം, മുത്ത് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ആദ്യ സെഗ്മെന്റിന് ശേഷം മടങ്ങി വരാം. ഹായ്, എൻ്റെ പേര് ജ്യോതിക നിതിൻ. ഞാൻ കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി AKG ഹയർ സെക്കൻഡറി സ്കൂളിൽ 12ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്ന് പറയുന്നത് ഒരു മീൻ കറിയാണ്. ഇതിൻ്റെ പേര് പച്ചപ്പാൽ മീൻ കറി. അപ്പോൾ പച്ച എന്ന് പറയുമ്പോൾ നമ്മൾ പച്ച കളറിലുള്ളൊരു മീൻ കറിയാണ്. സോ ഒരു വെറൈറ്റി മീൻ കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിതിൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു മീൻ കറി ഒരു ഓറഞ്ച് കളറിലായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ ഒരു തക്കാളി അല്ലെങ്കിൽ ഒരു ഉള്ളി ഇതിൽ മാത്രമായിരിക്കും, പിന്നെ ഒരു മീൻ, അങ്ങനെയായിരിക്കും നമ്മൾ മീൻ കറി ഉണ്ടാക്കുന്നുണ്ടാവുക. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ പറമ്പത്ത് തന്നെ കാണുന്ന ഈ ഓരോരോ ചെടികൾ എന്ന് വെച്ചാൽ പപ്പായ, പച്ച പപ്പായ, പിന്നെ മുരിങ്ങക്ക, പിന്നെ ബിലിമ്പി, തക്കാളി, പിന്നെ ഇത് വേലിച്ചീര എന്ന് പറയും. നമ്മളുടെ പറമ്പിലെല്ലാം കാണുന്ന ചീരയാണ് വേലിച്ചീര. പിന്നെ കറിവേപ്പില, പച്ചമുളക്, കടുക്, കായം, ഉലുവ, ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം. പിന്നെ ഉള്ളത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നെയ്മീനാണ്. പിന്നെ ഇത് തേങ്ങാപ്പാലിലാണ് ആക്കുന്നത്. അപ്പം 2ാം പാലും 1ാം പാലും ആവശ്യമാണ്. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ ചട്ടി വെച്ചു. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടാകുമ്പം നമ്മൾ കുറച്ച് ഉലുവ ഇടും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഇതിലേക്ക് ചെറിയുള്ളിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചെറിയുള്ളി ഉപയോഗിച്ചാൽ മീൻ കറി കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ചെറിയുള്ളി, ഈ ഉള്ളി വഴഞ്ഞു കിട്ടാൻ കുറച്ച് നമുക്ക് ഉപ്പിടാം. ഉപ്പിട്ടാൽ കുറച്ചും കൂടി പെട്ടെന്ന് വഴഞ്ഞു കിട്ടും. ഇതിലേക്ക് നമ്മൾ പച്ചമുളകാണ്. പച്ചമുളക് നമുക്ക് കീറിയിട്ടിടാം, അല്ലെങ്കിൽ ഇതുപോലെ പൊട്ടിച്ചിട്ടെങ്കിലും ഇടാം. ഇതൊന്ന് സൈമൾട്ടേനിയസ്ലി ആകുമ്പം നമുക്ക് ഈ വേലിച്ചീരയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പം ഈ കറി എന്ന് പറയുന്നത് ഒരു പച്ച കളറാണ്. അപ്പം അതിന് നമ്മൾ ഈ ഇല എന്ന് പറയുന്നത് നമ്മൾ ചൂടുവെള്ളത്തിൽ നമ്മളൊന്ന് ബ്ലാൻഡ് ചെയ്യും. ആ ബ്ലാൻഡ് ചെയ്ത് നമ്മളൊന്ന് മിക്സിയിൽ അടിച്ചതാണ് ഇതിലേക്ക് ഒഴിക്കുക. അങ്ങനെയാണ് നമുക്കിതിൽ
കുറച്ചും കൂടി നല്ല പച്ച കളർ വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ ഇതാവുമ്പോൾ തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ബ്ലാൻഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഈ ഇലയെല്ലാം ഇടാം. നല്ലോണം ആയിട്ടുണ്ട്. നമുക്ക് ഈ പച്ചപ്പപ്പായാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ എല്ലാം ജൂലിയൻ കട്ടിലാണ് ഉപയോഗിക്കുന്നത്. ജൂലിയൻ കട്ടാകുമ്പോൾ നമ്മൾ സാമ്പാറാകുമ്പോൾ നമ്മളിങ്ങനെ ഓരോരോ ഡിഫറെൻറ്റ് പീസസിലാക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഇതുണ്ടാവും. അപ്പം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മീൻ പോലും നമ്മളൊരു ജൂലിയൻ കട്ടില എല്ലാം നേരിയ രീതിയിലാണ് നമ്മൾ മുറിക്കുന്നത്. അപ്പോൾ അതും കൂടി ഇതിലേക്കിടാം. ഇതിലേക്ക് നമ്മൾ മുരിങ്ങയ്ക്കയാണ് ഉപയോഗിക്കുന്നത്. മുരിങ്ങയ്ക്ക ജസ്റ്റ് റൗണ്ട് പീസസ് ആയിട്ട് ഇതിലേക്ക് ഇടാം. ഇതൊരു ഹൈലി റിച്ച് കറി ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇതിലെല്ലാം ഓരോരോ ന്യൂട്രീറ്റീവ് വാല്യൂസാണുള്ളത്. ഇതെല്ലാം നല്ലോണം വഴയണം. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും. മഞ്ഞൾപ്പൊടി ഇട്ടതെന്ന് വെച്ചാൽ ഈ ഇലയിൽ നമുക്ക് എന്തൊക്കെ വിഷാംശം ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചാൽ നല്ലതായിരിക്കും. അതിൻ്റെ എല്ലാ വിഷാംശവും ഒക്കെ പോകും. എന്നിട്ട് അത് ബോയിൽ ചെയ്യണം. നല്ലോണം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളാണ് ഇടുന്നത്. ആദ്യം നമുക്ക് കുരുമുളക്, മുളക് പൊടിയൊന്നും ഇടില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു പച്ച കളറാണ് നമ്മുടെ മീൻകറി. അപ്പോൾ നമ്മളൊരു മുളക് പൊടിയൊന്നും ഇടില്ല. ആവശ്യത്തിന് കുരുമുളക് പൊടി, ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാം. രണ്ടാം പാലാണ് ഇതെല്ലാം വേവുന്നത്. അപ്പോൾ അത് കുറച്ച് നല്ല രീതിയിൽ കുറച്ചും കൂടി ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മീനാണ്. നെയ്മീനാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതും ജസ്റ്റ് നീളത്തിലാണ് നമ്മൾ മുറിച്ചിരിക്കുന്നത്. അത് കുറച്ച് നമുക്ക് കുരുമുളക് പൊടി ജസ്റ്റ് ഒന്ന് ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇപ്പോൾ മാരിനേറ്റ് ചെയ്താൽ കുറച്ചുകൂടി അത് പിടിച്ചിട്ടുണ്ടാവും. അത് നമുക്കിതിലേക്കിടാം. ഇനി കറീൻ്റെ പുളി എന്ന് പറയുന്നത് നമ്മൾ ബിലിമ്പിയും അതുപോലെ തന്നെ തക്കാളിയാണ് ഉപയോഗിക്കുന്നത്. ബിലിമ്പി ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലോണം പുളി ഉണ്ടാവും. അപ്പം നമ്മളത് സൈമൾട്ടേനിയസ്ലി ജസ്റ്റ് ഒന്ന് പുളി നോക്കിയിട്ട് വേണം നമ്മളിടാൻ. ഇപ്പോൾ നമുക്ക് കുറച്ച് ബിലിമ്പി ഇടാം. അധികം പുളിയായാലും കുഴപ്പമാണ്. അപ്പം അത് നോക്കിയിട്ട് വേണം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ബ്ലാൻഡ് ചെയ്യാൻ വെച്ച ഈ ഇല നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇല മാത്രമായിട്ട് ഇപ്പം തന്നെ ഈ കറിക്കൊരു പച്ച കളർ ഒരു ഏകദേശം വന്നിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി കൂടുതൽ വരാനാണ് ഇത് നമ്മൾ ഒന്ന് മിക്സിയിൽ ഈ ഇല മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് അടിക്കും, നല്ലോണം അരക്കും. അപ്പോൾ അരച്ചാൽ നല്ല പേസ്റ്റ് പോലെ കിട്ടും. അത് പേസ്റ്റ് പോലെ അത് എന്തെങ്കിലും ഒരു ലംസ് പോലത്തെ ഉണ്ടെങ്കിൽ നമ്മളത് അരിച്ചെടുത്താൽ മതി. അപ്പോൾ അത് നമ്മളൊന്ന് അടിച്ചെടുക്കണം. അപ്പം നമ്മൾ ഈ രണ്ടാം പാൽ ഒഴിച്ച് നമുക്ക് മീൻ വേവാൻ ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് മതി. ഇനി ഇതിപ്പോൾ സ്ലൈറ്റായിട്ട് ഒരു പച്ച കളറാണ്. ഇനി ഇതിലേക്ക് കൂടുതൽ പച്ച കളർ വെക്കാൻ ഞാൻ നേരത്തെ ബ്ലാൻഡ് ചെയ്ത് വെച്ച ഇല ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് മിക്സിയിലൊന്ന് അടിച്ചിട്ടുണ്ട്. അത് കുറച്ച് ഒഴിക്കാം, കൂടുതൽ ഒഴിക്കരുത്. കാരണം ഇതിൽ ഒരു കയ്പിൻ്റെ ഒരു കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ അത് കൂടുതൽ ഒഴിച്ചാൽ കറിക്ക് കയ്പ് ഇത് കൂടും. ജസ്റ്റ് ഒരു പച്ച കളറാവാൻ വേണ്ടിയിട്ട് മാത്രം. എൻ്റെ കറിയുടെ പേര് തന്നെ പച്ചപ്പാൽ മീൻകറി എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു പേരിനൊരു ഇത് തരാൻ നല്ലോണം പച്ച കളറായിട്ടുണ്ട്. നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ
10 മിനിറ്റ്സ് ഒന്ന് ഈ മീൻ വേവാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. കറി നല്ലോണം തളിച്ചിട്ടുണ്ട്. അതിനുള്ളിലുള്ള എല്ലാ വെജിറ്റബിൾസും നല്ലോണം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാലാണ് ഒഴിക്കേണ്ടത്. അത് ഒഴിക്കുന്നതിന് മുൻപ് നമുക്കൊന്ന് ജസ്റ്റ് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാനിൽ കടുക് പൊട്ടിച്ചിടാം. ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം. ഈ ഒന്നാം പാൽ ഒഴിച്ചാൽ കറി തിളക്കരുത് എന്നാണ്. നമുക്ക് ഓഫാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇടാം. കറി നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. പൊട്ടി വന്നിട്ടുണ്ട്. ഓഫാക്കാം. നമുക്കിത് ഗാർണിഷ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. സംഭവം കറി ആയി കഴിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ മീൻകറീൻ്റെ പേര് എന്ന് പറഞ്ഞാൽ പച്ചപ്പാൽ മീൻകറിയാണ്. ഒരു പച്ച കളറിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു മീൻകറിയാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം.